ഗ്ലോബൽ റെക്കഗ്നിഷൻ നേടിയിട്ടുള്ള മിലിറ്ററി നായകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഉള്ള രാജ്യമായ ഇന്ത്യയിലും നായകളെ മിലിറ്ററി ഫോഴ്സിൽ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഇന്ന് ചില ഇന്ത്യൻ മിലിറ്ററി ഹീറോസിനെ കുറിച്ചും എന്തിനൊക്കെയാണ് നിലവിൽ ഇന്ത്യൻ മിലിറ്ററിയിലും പോലീസിലും ഇവരെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുമാണ് വീഡിയോ. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഇന്ത്യൻ ആർമിയിൽ നിലവിൽ 1200 നായകളാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിയിൽ K9 സ്ക്വാഡിന്റെ ഭാഗമായിട്ടാണ് ഈ നായകൾ വരിക. മീററ്റിലുള്ള റിമൗണ്ട് ആൻഡ് വെറ്റിനറി കോറിൽ നിന്നാണ് ഈ നായകൾക്കെല്ലാം തന്നെ ട്രെയിനിങ് നടക്കുന്നത്. ഇനി മിലിറ്ററി കൂടാതെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ പോലീസ് റിസർവ് ഫോഴ്സ് അല്ലെങ്കിൽ CRPF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, NSG തുടങ്ങിയ ഫോഴ്സുകളും ഏകദേശം 4000-ഓളം നായകളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് CRPFന്റെ കൂടെയാണ്. ഫോറിൻ ബ്രീഡുകളായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡ്, ബെൽജിയൻ മാലിനോയ്, ലാബ്രഡോർ റിട്രീവർ, കോക്കർ സ്പാനിയൽ, ഡോബർമാൻ പിൻഷർ എന്നിവയായിരുന്നു മിലിറ്ററി നായകളുടെ പ്രധാന മുഖങ്ങളെങ്കിൽ 2017 ഇന്ത്യൻ ബ്രീഡ് കൺസർവേഷന്റെ ഭാഗവും കൂടിയായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ബ്രീഡ്സിനെയും കൂടെ മിലിറ്ററി ഫോഴ്സുകളിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ഇന്ന് മുധോൾ ഹൗണ്ട്, രാജപാളയം, ചിപ്പിപ്പാറ, കൊമ്പൈ, പിന്നെ ഗഡി, ബക്കർവാൾ തുടങ്ങിയ ഹിമാലയൻ ബ്രീഡ്സും മിലിറ്ററി സർവീസിലുണ്ട്. പ്രധാനമായും ഡിറ്റക്ഷൻ എന്ന ഒറ്റ കാര്യത്തിനാണ് മിക്കപ്പോഴും നായകളെ ഉപയോഗിക്കുന്നത്. എന്ത് ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം. ചില നായകൾ എക്സ്പ്ലോസീവ് ആയിരിക്കാം, ചില നാർക്കോട്ടിക്സ് ആയിരിക്കാം, ചിലർ ആളുകളെ ആയിരിക്കാം. അതിനനുസരിച്ച് ഇവരുടെ ഡ്യൂട്ടിയും നമുക്ക് വേർതിരിക്കാവുന്നതാണ്. രാജ്യഭരണ കാലം മുതൽ തന്നെ നായകൾ മനുഷ്യരോട് കൂടെ നിന്ന് യുദ്ധം ചെയ്തിരുന്നു. പല ഇന്ത്യൻ ബ്രീഡുകളെയും ശത്രുപക്ഷത്തിന്റെ കുതിരകളെ കടിച്ചു മുറിവേൽപ്പിക്കാനും അല്ലെങ്കിൽ കുതികാൽ കടിച്ചു മുറിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നുവെന്ന് നമ്മൾ ഇന്ത്യൻ ബ്രീഡുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ട് വെച്ചാൽ ഇന്ത്യൻ ബ്രീഡ്സുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇന്ന് മിക്ക മിലിറ്ററി നായകളെയും ശത്രുപക്ഷത്തിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ട്രെയിൻ ചെയ്യാറില്ല. നോൺ ലീതൽ ആയിട്ട് മാത്രം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ കടിച്ചു നിർത്താൻ വേണ്ടി മാത്രമാണ് ട്രെയിൻ ചെയ്ത് വരുന്നത്. ഇനി ഇത് മാത്രമല്ല നായകൾക്ക് മിലിറ്ററിയിലുള്ള ജോലി ബാധ്യതകൾ. ഗാർഡ് ആൻഡ് പെട്രോൾ ഡ്യൂട്ടിയും പലപ്പോഴും നമ്മൾ നായകളെ ഏൽപ്പിക്കാറുണ്ട്. അതിർത്തികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ അതിർത്തികളിൽ ഇലക്ട്രോണിക് സെൻസേഴ്സ് ഒന്നും കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാറില്ല. കാരണം അതിന്റെ ടെറൈനാണ്. കുന്നും താഴ്വരയുമായിട്ട് കിടക്കുന്ന ഇന്ത്യൻ അതിർത്തികളിൽ ഏറ്റവും നല്ല പെട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത് നായകൾ തന്നെയാണ്. ട്രെയിൻ ചെയ്ത നായകളുടെ ഒപ്പം തന്നെ അവിടെയുള്ള ലോക്കൽ നായകളും ഇതിൽ പങ്കാളികളാവാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പല അനധികൃത കയ്യേറ്റങ്ങളും തടയാൻ ലോക്കൽ നായകൾ മിലിറ്ററിക്ക് സഹായകമായി എന്ന് നമ്മൾ വായിച്ചതുമാണ്. ഉരുൾപൊട്ടൽ, ഹിമപാതങ്ങൾ ഇതിലെല്ലാം തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നായകളെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പല മിലിറ്ററി ഔട്ട് പോസ്റ്റുകളിലും മിലിറ്ററി നായകൾ പട്ടാളക്കാരെ ഒറ്റപ്പെടലിൽ നിന്നും ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചില ഇന്ത്യൻ സെലിബ്രിറ്റി നായകളെ പരിചയപ്പെടാം. സോഫി എന്ന് പറയുന്ന ഒരു കോക്കർ സ്പാനിയൽ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് അല്ലെങ്കിൽ IED കണ്ടുപിടിച്ചതിന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കമൻഡേഷൻ കാർഡ് ലഭിച്ച നായയാണ്. ചെറിയ ബ്രീഡ് നായകളെയും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്ന് തെളിയിച്ച ഒരു നായ കൂടിയാണ് സോഫി. പല എയർപോർട്ടുകളിലും ഇന്ന് ബീഗിൾ നായകളെ നാർക്കോട്ടിക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. മുന്നോട്ട് കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ബിൽഡിങ്ങിനിടയിൽ അല്ലെങ്കിൽ ടണലുകളിലൊക്കെ പട്ടാളക്കാരെ നയിക്കാനും നായകളെ ഉപയോഗിക്കാറുണ്ട്. സാക്ക് എന്ന നായ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ മിലിറ്ററിയെ മിത്രശക്തി എന്ന ഓപ്പറേഷനിലൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 21 ആർമി ഡോഗ് യൂണിറ്റിന്റെ അംഗമായിരുന്ന കെന്റ് 2023 ഒരു പട്ടാള ഗ്രൂപ്പിന് നയിച്ചു കൊണ്ടുപോയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ടെററിസ്റ്റുകൾ വെടിയുതിർത്ത സമയത്ത് സ്വന്തം ഹാൻഡ്ലറിനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം വീരമൃത്യു അണയുകയായിരുന്നു കെന്റ്. 2022 2 വയസ്സുള്ള ആക്സൽ എന്ന ബെൽജിയൻ മാലിനോയും ഭീകരരുടെ അപ്രതീക്ഷിത അറ്റാക്കിൽ മരിച്ചുപോയിരുന്നു. ആക്സലിനെ സെറിമോണിയൽ ഗാർഡ് ഓഫ് ഓണർ കൊടുത്തുകൊണ്ടാണ് അന്ന് അടക്കം ചെയ്തത്. 2024 BSF കോൺസ്റ്റബിൾ ആയിട്ടുള്ള അശോക് കുമാർ ഹാൻഡിൽ ചെയ്തു വന്നിരുന്ന റിയ
ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റിൽ താരമായി മാറിയിരുന്നു. ലക്നൌവിൽ നടന്ന മീറ്റിൽ ട്രാക്കിംഗ് ആൻഡ് ഡിറ്റക്ഷൻ വിഭാഗത്തിലാണ് 116 നായകളെ പിന്നിലാക്കിക്കൊണ്ട് റിയ 1ാം സ്ഥാനത്തെത്തിയത്. പക്ഷെ ഇതിൽ താരമാവാൻ റിയയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പല ഫോറിൻ ബ്രീഡുകളെ പോലും പിന്തള്ളിയാണ് ഇന്ത്യയുടെ സ്വന്തം ബ്രീഡായ റിയ എന്ന മുതോൾ ഹൗണ്ട് ഈ വിജയം കരസ്ഥമാക്കിയത്. ഇന്ത്യൻ ബ്രീഡുകളെ മിലിറ്ററിയിൽ ഉപയോഗിക്കുന്നതിന്റെ സാധ്യതയും ട്രെയിനിങ് വിജയവും ഒരുമിച്ച് ആഘോഷിച്ച ഒരു നിമിഷമായിരുന്നു അത്. സർജൻ സ്റ്റബി അല്ലെങ്കിൽ ചിപ്സിനെ പോലെയൊന്നും ഗ്ലോബൽ റെക്കഗ്നിഷൻ പല ഇന്ത്യൻ നായകൾക്കും ലഭിക്കാറില്ല. ഇന്ത്യൻ ആർമി ഇവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത് കമൻഡേഷൻ കാർഡുകൾ വഴിയാണ്. ചീഫ് ആർമി സ്റ്റാഫ് കമൻഡേഷൻ കാർഡാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇങ്ങനെ സേവനം അനുഷ്ഠിക്കുന്ന നായകൾക്ക് കിട്ടുന്ന ഒരു പ്രശസ്തി പത്രമാണ് ഇത്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ പോലീസുകളെക്കാട്ടും മുന്തിയൊരു പദവിയൊന്നും നായകൾക്ക് സാധാരണമായി ഇന്ത്യൻ പോലീസിലോ മിലിറ്ററി സർവീസിലോ കൊടുക്കാറില്ല. 2015 വരെ മിലിറ്ററിയിലോ അല്ലെങ്കിൽ പോലീസിലോ സേവനം അനുഷ്ഠിച്ചു വന്ന നായകളെ മേഴ്സി കിൽ ചെയ്യുകയായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ ഒന്നെങ്കിൽ അവരുടെ ഹാൻഡ്ലേഴ്സിനെ അല്ലെങ്കിൽ സിവിലിയൻസിനെ അഡോപ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിവിലിയൻസിനെ ഈ നായകളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രദേശത്തെ പോലീസ് നായകൾ ഏതെങ്കിലും റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓരോ മിലിറ്ററി ഓപ്പറേഷനിലും പട്ടാളക്കാരെ പോലെ തന്നെ നായകളും ഒരുപാട് റിസ്ക് സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. US-ലോ അല്ലെങ്കിൽ UK-ലോ ഉപയോഗിക്കുന്നത് പോലെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഒന്നും നിലവിൽ നമ്മുടെ നായകൾ ഉപയോഗിച്ച് വരുന്നില്ല. ഇന്ത്യൻ മിലിറ്ററി സർവീസിൽ സേവനം അനുഷ്ഠിച്ചതും അല്ലെങ്കിൽ സേവനം അനുഷ്ഠിച്ച് മരിച്ചുപോയ നായകളുടെ ഒന്നും പൂർണ്ണമായ ചിത്രമല്ല ഇത്. എന്നാലും ചിലരെയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.